അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ കുക്കറിൽ നമുക്കൊരു മാമ്പഴപ്പുളിശ്ശേരി സെറ്റാക്കിയാലോ. വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്കർ എടുത്തിട്ട് അതിൽ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കുമ്പളങ്ങ അരിഞ്ഞിടുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, അതേപോലെ ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലായിടത്തേക്കും ഇതൊക്കെ എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് 2 വിസിലിട്ട് വേവിക്കുക കേട്ടോ. അധികമൊന്നും വേവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വീണ്ടും വേവിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് അതിലേക്കുള്ള അരപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം പേസ്റ്റ് രൂപത്തിലേക്ക് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ നല്ല രീതിക്ക് അതൊന്ന് അരച്ചെടുക്കുക. ആ സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ആ കുമ്പളങ്ങ വെന്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നന്നായി വെന്തിട്ടില്ലെന്നൊക്കെ ഒന്ന് നോക്കിയ ശേഷം അതിലേക്ക് ഞാൻ 5 മാങ്ങയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഈ മുട്ടുടിയൻ എന്ന് പറയുന്ന മാങ്ങയാണ്. നിങ്ങളുടെ അവിടെ ഈ മാങ്ങയ്ക്ക് എന്താ പേര് പറയാമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലിടുക. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ മാങ്ങയുടെ സത്തൊക്കെ ആ കുമ്പളങ്ങയുടെ ഇതിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അത് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഗ്യാസ് കത്തിച്ചിട്ട് അതിനൊന്ന് തിള വരാൻ വേണ്ടിയിട്ട് വെക്കുക. ജസ്റ്റ് അതൊന്നിങ്ങനെ തിളച്ച് വന്ന് മാത്രം മതി. അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വെള്ളം കുറവ് തോന്നുകയാണ് കറിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്കിതിൻ്റെ കളറ് പോരാന്നൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് കളറൊക്കെ സെറ്റാക്കാം കേട്ടോ ലാസ്റ്റിലേക്ക്. അപ്പോൾ നന്നായി അത് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് പുളിയുള്ളതായിരിക്കും ഇഷ്ടം. മധുരമുള്ളവർക്കും നന്നായി ശർക്കര ആഡ് ചെയ്യാം. അല്ലാത്തവർക്ക് കുറച്ച് മധുരം ശർക്കര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നന്നായി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഞാൻ മോരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലേശം മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു ചൊയ എടുക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വറുത്തിടാനുള്ളത് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇടുക. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിക്കുക. ഇനി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ കറിയിലേക്ക് അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് കുക്കറിലൊരു മാമ്പഴപ്പുളിശ്ശേരി സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും വിഷുവൊക്കെ വരില്ലേ, വിഷുവിനൊരു മെയിൻ ആയിട്ടാണല്ലോ മാമ്പഴപ്പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതും പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.